തോരും മുൻപേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. അങ്ങനെ വൈജയന്തിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അലീന ആയിരിക്കും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അലീന വൈജയന്തിയെ പരിചരിക്കുന്നത് വൈജയന്തിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവർ വേറെ വേലക്കാരിയെ നോക്കുകയും ഏർപ്പാടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ബാലചന്ദ്രൻ അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. വൈജയന്തിയാണെങ്കിൽ ഇപ്പോഴും ചലനമറ്റതുപോലെ തന്നെ ബെഡിൽ തന്നെ കിടക്കുമായിരിക്കും. ആ സമയത്ത് തന്നെ രോഹിത് ഓരോന്നോരോന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അലീന ശരിക്കും ആരാണെന്നൊക്കെ അവൻ ഏകദേശം മനസ്സിലാക്കി വരും. അലീന ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നൊക്കെ അവനും തോന്നി തുടങ്ങി. പക്ഷേ അലീന വൈജയന്തിയുടെ മകളാണെന്ന കാര്യമൊന്നും തന്നെ രോഹിത് ഇപ്പോഴും തന്നെ പിടികിട്ടിയിട്ടില്ല. എന്തൊക്കെയോ കളി ഇവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം അവന് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. ഒരു ദിവസം രോഹിത്തിന് കൃഷ്ണമോളിൽ നിന്നും ഇതിൻ്റെ ചെറിയൊരു സൂചന അവന് കിട്ടും. അലീന തൻ്റെ സ്വന്തം അച്ഛൻ്റെ മകളാണ് എന്ന കാര്യങ്ങളൊക്കെ രോഹിത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അലീനയോട് ചെറുതായിട്ടൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് രോഹിത്തിന്. പക്ഷേ അത് പുറത്ത് കാണിക്കുന്നൊന്നുമില്ല. അലീനയോട് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല എങ്കിലും രോഹിത്തിന് അവളോട് ഇപ്പോൾ വല്ലാത്തൊരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ തോന്നി തുടങ്ങി. കാരണം അലീന അവൻ്റെ വലിയൊരു പ്രശ്നം തന്നെ സോൾവ് ആക്കി കൊടുത്തിരിക്കുന്നു. ഇതേ സമയത്തിന് ഹരി വീണ്ടും വില്ലത്തരമായിട്ട് അങ്ങോട്ടേക്ക് വരും. ഹരി ഒരു ദിവസം വന്നിട്ട് രോഹിത്തിനെ വിളിച്ച് പറയുന്നുണ്ട്, എടാ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയും. അന്നേരം രോഹിത് പറയുന്നുണ്ട്, വേണ്ടടാ അച്ഛൻ കണ്ട ആകെ സീനായിരിക്കും, നീ ഏതായാലും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറയും. അന്നേരം ഹരി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ പകൽ വരാം, നിന്റെ അച്ഛൻ ഷോപ്പിലേക്ക് പോകുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയും. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറയുന്ന സമയത്തിന് രോഹിത്തിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഹരിയുടെ സ്വഭാവം പഴയതുപോലെ തന്നെ അല്ല എന്ന കാര്യം രോഹിത്തിനറിയാം. എടാ നിനക്കെന്താ ഇത്ര പറയാനുള്ളത്, നമുക്ക് പുറത്തു വെച്ച് കാണാമെന്ന് രോഹിത് പറഞ്ഞിട്ടും ഹരി അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ഹരി ചോദിക്കുന്നുണ്ട്, ആ പെണ്ണില്ലേ അലീന, അവൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കും. ആ അവിടെ ഇവിടെയുണ്ട്, അതിനെന്തായെന്ന് രോഹിത് ചോദിക്കുമ്പോൾ, ആ ഞാൻ ചുമ്മാ ചോദിച്ചതാ, നമുക്കൊരു സൂത്രം ഒപ്പിക്കാനുണ്ട് എന്ന് പറയാണ് ഹരി. ഏയ് വേണ്ട ഹരി, അങ്ങനെയൊന്നും പാടില്ല എന്നും അതിനൊന്നും എന്നെ കിട്ടില്ല, എന്നെ അങ്ങ് വിട്ടേക്ക് എന്ന് പറയാണ് രോഹിത്. ഓ പിന്നെ നീ എപ്പോഴാ ഇത്രമാത്രം നന്നായത് എന്നൊക്കെ ചോദിച്ച് ഹരി അവനെ കളിയാക്കി. ഞാൻ എന്തായാലും നാളെ അങ്കിൾ പോയി കഴിഞ്ഞ ശേഷം അങ്ങോട്ടേക്ക് വരാം. കൃഷ്ണമോളും ബബിതയൊക്കെ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമല്ലോ. പിന്നെ അവിടെ ആൻറ്റിയും മുത്തശ്ശിയും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. മുത്തശ്ശി ആ സമയത്ത് നല്ല ഉറക്കമായിരിക്കും. അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടപ്പിലാക്കാമെന്ന് പറയാണ് ഹരി. രോഹിത് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഹരി പിറ്റേ ദിവസം രാവിലെ തന്നെ കറക്റ്റ് വീട്ടുമുറ്റത്തേക്ക് അങ്ങോട്ടേക്ക് പതുങ്ങി വന്നു. ഓരോരുത്തരും പോകുന്നത് നോക്കി അവൻ അവിടെ തന്നെ നിൽക്കുമായിരിക്കും. കൃഷ്ണമോളും ബബിതയും പോയി കഴിഞ്ഞ് ബാലചന്ദ്രനാണെങ്കിൽ ഷോപ്പിലേക്കും പോയി. രോഹിത് മാത്രം എങ്ങും പോവാതെ അവിടെ നിൽക്കുകയാണ്. രോഹിതിനോട് മാത്രം എങ്ങും പോവരുത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും. അലീനയും വൈജയന്തിയും മുത്തശ്ശിയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. മുത്തശ്ശിയാണെങ്കിൽ റൂമിൽ തന്നെയായിരിക്കും അധിക നേരവും. ഹരി മെല്ലെ വീട്ടിലേക്ക് വന്നു. അലീന ഡോറൊക്കെ കുറ്റിയിട്ടിരിക്കുകയാണ്. ഹരി രോഹിത്തിനെ ഫോൺ വിളിച്ച് പറഞ്ഞു, എടാ വാതിൽ തുറക്ക്, ഞാൻ ഇവിടെ എത്തിയെന്ന് പറയും. അലീന താഴെയുണ്ട്, അവൾ കണ്ട ആകെ പ്രശ്നമായിരിക്കും, നീ പോകാൻ രോഹിത് പറഞ്ഞുവെങ്കിലും ഹരി അതൊന്നും തന്നെ കേട്ടില്ല. എടാ അവൾ എങ്ങോട്ടെങ്കിലും മാറുന്നത് നോക്കി വാതിൽ തുറക്ക്, ഞാൻ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാമെന്നൊക്കെ പറയാണ് ഹരി. രോഹിത് ഏതായാലും താഴെ വന്ന് നോക്കുമ്പോൾ അലീന കിച്ചണിൽ ജോലി ചെയ്യുന്നത് കണ്ടു. അവൻ മെല്ലെ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് വന്ന് വെള്ളം കുടിച്ചു. രോഹിത്തിന് എന്തെങ്കിലും വേണോ എന്ന് അലീന ചോദിച്ചപ്പോൾ വേണ്ട എന്ന് അവൻ മറുപടി പറഞ്ഞു. രോഹിത്തിൻ്റെ മാറ്റം അലീനക്ക് കുറച്ച് സന്തോഷമൊക്കെ നൽകുന്നുണ്ട്. കാരണം ഇപ്പോൾ രോഹിത് ആളാകെ മാറിയിരിക്കുന്നു. അലീനയോടാണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള ദേഷ്യമൊന്നും തന്നെയില്ല. അലീന ചൂടുവെള്ളമൊക്കെ എടുത്ത് വൈജയന്തിയുടെ മുറിയിലേക്ക് പോയി വാതിലടച്ചു. ഈ സമയം നോക്കിക്കൊണ്ട് തന്നെ രോഹിത് ഹരിക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്ന സമയത്തിന് ഹരി അകത്തേക്ക് കയറി. എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഹരി വേഗം തന്നെ മുകളിലേക്ക് കയറി. അലീന എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ അമ്മയുടെ മുറിയിലേക്ക് പോയതാണെന്ന് രോഹിത് പറയും. ആ അതേതായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് ഹരി പതിയെ തന്നെ വേറൊരു പ്ലാൻ ഇട്ടു. എടാ എനിക്കൊരു വാഗമൺ ട്രിപ്പ് ഒത്തിട്ടുണ്ട്, ശരണ്യ എൻ്റെ കൂടെ വരാമെന്നും ഏറ്റിട്ടുണ്ട്, നീ നിൻ്റെ ഗേൾഫ്രണ്ട് റൂബിയെ കൂട്ടി വിളിക്ക്, എടാ നമുക്ക് ആ ദിവസം അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറയാണ് ഹരി. രോഹിത് സമ്മതിച്ചില്ല എങ്കിലും ഹരി ശരണ്യെ വിളിച്ച് രോഹിത്തിനെയും ഗേൾഫ്രണ്ടിനെയും കൂട്ടി വരുമെന്ന് പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചു. ശരണ്യക്ക് വലിയ സന്തോഷമായിരുന്നു. രോഹിത് മനസ്സില്ലാ മനസ്സോടുകൂടെ തന്നെ അതിന് സമ്മതിച്ചു. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എടാ നമുക്ക് പുറത്തേക്ക് പോവാം, ഇവിടെ നിൽക്കണ്ട എന്ന് പറയും. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഇത് നേരത്തെ തന്നെ ആവാമായിരുന്നില്ലേ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. ഹരിയുടെ കള്ളലക്ഷണം വേറൊന്നായിരുന്നു. അവനാണെങ്കിൽ കിട്ടിയ ചാൻസിൽ അലീനയെ ഒന്നുകൂടി ചൊറിയണമായിരുന്നു. രോഹിത്തിനോട് വേഗം കുളിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഹരി അവനെ കുളിക്കാൻ വിട്ടു. രോഹിത് കുളിക്കാൻ പോയ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഹരി മെല്ലെ താഴേക്ക് ഇറങ്ങി വന്നു. അലീനയായിരുന്നു അവൻ്റെ ടാർഗറ്റ്. വൈജയന്തിയും മുത്തശ്ശിയുടെയും റൂം അടഞ്ഞു കിടക്കുകയാണ്. കിച്ചണിൽ പാത്രങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അലീന അവിടെ ഉണ്ട് എന്ന കാര്യം ഹരിക്ക് മനസ്സിലായി. അവൻ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു. പെട്ടെന്ന് ഹരിയെ
ഹരിയെ പുറകിൽ കണ്ട അലീന ആകെ ഞെട്ടിപ്പോയി. എന്താ പേടിച്ചു പോയോ എന്ന് ഹരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അന്നേരം നീ എന്താടാ ഇവിടെയെന്ന് അലീന ചോദിച്ചപ്പോൾ ഇത് എൻ്റെ ആൻറ്റിയുടെ വീടല്ലേ, പിന്നെ ഞാനെന്താ ഇങ്ങോട്ടേക്ക് വന്നാലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഹരി തർക്കിച്ചു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കയറരുത് എന്ന് അലീന പറഞ്ഞപ്പോൾ ഏതച്ഛൻ, നിന്റെ അച്ഛനോ, വഴി പിഴച്ചുകൊണ്ടായ നിനക്ക് എവിടുന്നാടി അച്ഛൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഹരി അവളെ വല്ലാതെ അപമാനിച്ചു. അലീനക്ക് ദേഷ്യം വന്നു. അവനോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഹരി വിട്ടുകൊടുത്തില്ല. എനിക്കൊരു ഗ്ലാസ് ചായ താ എന്ന് ചോദിക്കുകയാണ് ഹരി. ഇവിടെ ചായയൊന്നുമില്ല എന്ന് പറയാണ് അലീന. എങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം താ എന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തിരിക്കുന്നുണ്ട്, വേണമെങ്കിൽ പോയി കുടിച്ചോ എന്ന് അലീന മറുപടി നൽകി. പെട്ടെന്ന് തന്നെ ഹരി അവളുടെ കയ്യിലങ്ങ് കയറി പിടിച്ചു. ആൻറ്റി വരികയൊന്നുമില്ല എന്നും മുത്തശ്ശി ഉറക്കിലാണെന്നും ആൻറ്റി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്നും മുത്തശ്ശി ഇപ്പം നല്ല ഉറക്കത്തിലാണെന്നും നിന്റെ വാ പൊത്തിപ്പിടിച്ച് നിന്നെ എന്ത് ചെയ്താലും ഇവരാരും തന്നെ അറിയാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹരി അവളെ ഉപദ്രവിക്കാൻ നോക്കി. അലീന ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒച്ചയെടുക്കാൻ തുടങ്ങി. അലീന പറയുന്നുണ്ട്, എടാ എൻ്റെ കൈ വിടടാ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ രോഹിത് അങ്ങോട്ടേക്ക് വരുന്നത്. കിച്ചണിൽ അലീനയെ ഉപദ്രവിക്കുന്ന ഹരിയെ കണ്ട് രോഹിത്തിനത് സഹിക്കാൻ പറ്റിയില്ല. എടാ വിടടാ അവളെ എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഹരിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എന്തിനാടാ ഇങ്ങനെ ചൂടാവുന്നത്, ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് ഹരി ചോദിച്ചപ്പോൾ ദേ ആ രസമൊന്നും ഏതായാലും ഇവിടെ വേണ്ട. ദേ ഇത് അലീന ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയാണ്, എൻ്റെ അച്ഛൻ്റെ മകളാണ്. നീ ചേച്ചിയോട് ഇങ്ങനെ മോശമായി പെരുമാറാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഹരിക്ക് നേരെ ആക്രോശിച്ചു. ഹരിക്ക് ശരിക്കും ഇത് വിശ്വസിക്കാൻ പോലും ആയില്ല. രോഹിത് വീണ്ടും ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു, അവൾ എൻ്റെ സ്വന്തം ചേച്ചിയാണ്, എൻ്റെ ബ്ലഡ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹരിയോട് ദേഷ്യപ്പെട്ടു. അലീനക്കാണെങ്കിൽ രോഹിത്തിൻ്റെ വാക്കെല്ലാം കേട്ടപ്പോൾ വലിയധികം സന്തോഷമായിരുന്നു. തനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി തൻ്റെ കുഞ്ഞാങ്ങളെയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീനക്ക് ഭയങ്കര സന്തോഷമായി. രോഹിത് ഹരിയുടെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും ഉന്തിത്തള്ളി അങ്ങ് പുറത്താക്കി. ഇനി മേലാൽ ഇത്തരം പ്രശ്നങ്ങളായി എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് ഹരിക്ക് അവസാനമായി താക്കീത് നൽകിക്കൊണ്ട് തന്നെ ഹരിയെ അവിടെ നിന്നും ആട്ടിയോടിച്ചു. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് തന്നെ അലീനക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രോഹിത് ഹരിയെ പിടിച്ചു വലിച്ച് പടിക്ക് പുറത്താക്കി ഗേറ്റ് വലിച്ചടക്കുമ്പോൾ അലീന തളർച്ചയോടെ കിച്ചന്റെ ഭിത്തിയിൽ ചാർന്നിരുന്നു. അവളുടെ ശ്വാസം അപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. രോഹിത് തിരിച്ചു വരുന്നത് അവൾ കണ്ടു. അവന്റെ മുഖത്ത് ഇതുവരെ കാണാത്ത ഗൗരവവും അതേസമയം കണ്ണിൽ ഒരു തരം സങ്കടവും ഉണ്ടായിരുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അലീനയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിളർ പാഞ്ഞു. ആ ചേച്ചി എന്ന വിളി, അതും ഹരിയെ പോലുള്ളവൻ്റെ മുന്നിൽ വെച്ച് അവൻ പറഞ്ഞ അത് അലീനയ്ക്ക് ശരിക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒന്നുമില്ല രോഹിത്, നീ വന്നത് നന്നായി, അവൾ മെല്ലെ പറഞ്ഞു. രോഹിത് അവളെ നോക്കി. എന്നിട്ട് ഒന്നും മിണ്ടാതെ നേരെ കിച്ചണിലെ വാഷ് ബേസിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് മുഖം കഴുകി. എടാ, ആ ഹരി അവൻ പണ്ടേ ഇങ്ങനെയാണെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. ചേച്ചി വിഷമിക്കേണ്ട, ഇനി അവൻ മേലാൽ ഈ പടി ചവിട്ടില്ല. രോഹിതിന്റെ വാക്കുകളിൽ ഒരു അനുജന്റെ കരുതൽ നിറഞ്ഞു നിന്നിരുന്നു. അലീനയുടെ മനസ്സിൽ 1000 ചിന്തകളായിരുന്നു. രോഹിത് ഇപ്പോഴും തന്നെ അച്ഛൻ്റെ മകളാണെന്ന് വിശ്വസിക്കുന്നത്. ആ സത്യം അവൻ്റെ സ്നേഹത്തിന് പിന്നിലുണ്ടെങ്കിലും അത് നൽകുന്ന ഒരു സുരക്ഷിതത്വം അലീന ആദ്യമായി തന്നെ അനുഭവിച്ചു. പെട്ടെന്നാണ് മുകളിലത്തെ മുറിയിൽ നിന്നും വൈജയന്തിയുടെ കോളിംഗ് ബെല്ല് മുഴങ്ങുന്നത്. അലീന വേഗം തന്നെ കണ്ണുകളെല്ലാം തുടച്ചുകൊടുത്തിന് വൈജയന്തിയുടെ മുറിയിലേക്ക് ഓടി. അവിടെ വൈജയന്തി കിടപ്പിലായിരുന്നു. പക്ഷേ അവരുടെ മുഖം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. താഴെ നടന്ന സംസാരങ്ങൾ ഒരു പക്ഷേ അവർ ഭാഗികമായി കേട്ടിട്ടുണ്ടാവും. അലീനയെ കണ്ടതും വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും ആ പഴയ പക കറുത്തുന്നത് അവൾ കണ്ടു. നീ എന്തൊക്കെയായി വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത്? എൻ്റെ മകനെ നീ എന്താ പറഞ്ഞത്? എൻ്റെ മകനെ നീ എന്താ പറഞ്ഞ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? വൈജയന്തി പതറുന്ന ശബ്ദത്തിൽ അവളോട് ചോദിച്ചു. അലീന ശാന്തതയോടെ മറുപടി നൽകി. മാഡം, രോഹിത് അവൻ്റെ സ്വന്തം ബോധ്യം കൊണ്ടാണ് സംസാരിച്ചത്. അതിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല. അവൻ എന്നെ ചേച്ചിയായി കാണുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ നന്മയാണ്. ഇത് കേട്ടതും വൈജയന്തിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവർക്കാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേൽക്കാൻ പോലും വയ്യ. എങ്കിലും കൈകൾ കൊണ്ട് ബെഡിലടിച്ചു. ചേച്ചി പോലും അത്രേ, എൻ്റെ മകൻ്റെ ചോരയാണവൻ. നിന്നെപ്പോലൊരു വഴി പിഴച്ചവളോട് അവന് സ്നേഹം തോന്നുന്നുണ്ട് എങ്കിൽ അത് നിന്റെ എന്തോ ദുർമന്ത്രവാദം കൊണ്ടാണ്. ആ സമയം രോഹിത് മുറിയിലേക്ക് കടന്നു വന്നു. അവൻ അമ്മയുടെ സംസാരം കേട്ടിരുന്നു. സംസാരം കേട്ടുകൊണ്ട് തന്നെ രോഹിത് പറഞ്ഞു, അമ്മേ ഒന്ന് നിർത്ത്. ഇത്രയും കാലം അമ്മ പറഞ്ഞതൊക്കെ വിശ്വസിച്ചാണ് ഞാൻ അലീന ചേച്ചിയെ വെറുത്തത്. പക്ഷേ ഇന്ന് ഹരി കാണിച്ച വൃത്തികേട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ശരിക്കും ആരാണ് ശരിയെന്ന്. ചേച്ചി ചെയ്തത് ഒരേ ഒരു തെറ്റു മാത്രമാണ്, ഈ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവൻ ഹോമിക്കുന്നത്. രോഹിത്തിൻ്റെ മറുപടി വൈജയന്തിയുടെ വായടപ്പിച്ചു. അലീന ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ബാലചന്ദ്രൻ കരയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ കാണാൻ പോകുന്നത് വീട്ടിലെ പുതിയൊരു അന്തരീക്ഷമായിരിക്കും. രോഹിത്തിൻ്റെ മാറ്റം അലീനക്ക് പുതിയൊരു ശക്തി നൽകുകയായിരുന്നു. പക്ഷേ വൈജയന്തി അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കുമോ? അവർ അലീനയ്ക്കെതിരെ പുതിയ കെണി തന്നെ ഒരുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു.
ഹരി പുറത്തുപോയെങ്കിലും അവൻ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കാത്തിരിക്കുകയായിരുന്നു. ശരണ്യെ വാഗമണ്ണിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഹരിയുടെ ഉള്ളിൽ വലിയൊരു ചതിയുണ്ട്. അതിലേക്ക് രോഹിത്തിനെയും അലീനയും വലിച്ചേർക്കാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും ശ്രമിക്കുന്നതായിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.